പാഠപുസ്തക അച്ചടി സ്വകാര്യ പ്രസ്സുകളിലേക്ക് ഈ മാസം 20-നകം അച്ചടി പൂർത്തിയാകാൻ ആകില്ലെന്നും അച്ചടി പൂർത്തിയാക്കണമെങ്കിൽ സ്വകാര്യ പ്രസ്സുകളെ ഏൽപ്പിക്കേണ്ടതുണ്ടെന്നും KBPS ഹൈക്കോടതിയെ അറിയിച്ചു. അച്ചടിക്ക് സ്വകാര്യ പ്രസ്സുകൾ വേണമോ എന്ന് KBPSന് തീരുമാനിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. പാഠപുസ്തക അച്ചടിയുടെ പുരോഗതി ഈ മാസം 15-നകം അറിയിക്കണമെന്നും ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ നിർദ്ദേശിച്ചു. ഓണപരീക്ഷയായിട്ടും സംസ്ഥാനത്തെ സ്കൂളുകളിൽ 53.5 ലക്ഷം പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ചങ്ങനാശ്ശേരി സ്വദേശി ശിവകുമാർ സമർപ്പിച്ച ഹർജിയാണ് കോടതി പരിഗണിച്ചത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ ചേർന്ന ഉന്നതതല യോഗം പ്രതിസന്ധി വിലയിരുത്തിയെന്നും 21 ലക്ഷം പുസ്തകങ്ങളുടെ അച്ചടിയാണ് ഇനി പൂർത്തിയാകാനുള്ളതെന്നും ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി വി സെന്തിൽ കോടതിയിൽ ബോധിപ്പിച്ചു. എന്നാൽ പ്രതിദിനം 1.5 ലക്ഷത്തോളം പുസ്തകങ്ങൾ മാത്രമേ അച്ചടിക്കാനാവുകയുള്ളൂവെന്നും അതിനാൽ 9 ലക്ഷം മാത്രമേ 20-നകം പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂവെന്നും KBPS MD കൂടിയായ എറണാകുളം ജില്ലാ സെക്രട്ടറി MG രാജമാണിക്യം കോടതിയിൽ വ്യക്തമാക്കി. ഇനി 12 ലക്ഷത്തോളം പുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയാക്കേണ്ടതുണ്ട്. ജൂലൈ 31-ന് പൂർത്തിയാക്കാമെന്നായിരുന്നു സർക്കാരിന് നേരത്തെ ഉറപ്പു നൽകിയിരുന്നത് എന്നും രാജമാണിക്യം കോടതിയിൽ ബോധിപ്പിച്ചു. 20-നകം അച്ചടി പൂർത്തിയാക്കണമെങ്കിൽ സ്വകാര്യ പ്രസ്സുകളെ ഏൽപ്പിക്കണം. 2 സ്വകാര്യ പ്രസ്സുകൾ KBPSന്റെ നിരക്കിൽ അച്ചടിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. ഇതേ തുടർന്ന് സ്വകാര്യ പ്രസ്സുകൾക്ക് പാഠപുസ്തക അച്ചടി നൽകണമോ എന്നത് KBPSന് തീരുമാനിക്കാമെന്ന് കോടതി പറഞ്ഞു. പാഠപുസ്തക അച്ചടി സ്വകാര്യ പ്രസ്സുകളെ ഏൽപ്പിക്കാനുള്ള സർക്കാർ ശ്രമം ഇതോടെ വിജയം കണ്ടുവെന്ന് വേണം അനുമാനിക്കാൻ. കേസ് ഈ മാസം 15-ന് വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പാഠപുസ്തക അച്ചടിയിലെ വീഴ്ചയെക്കുറിച്ച് ചീഫ് സെക്രട്ടറി അന്വേഷിക്കും. അച്ചടി ഈ മാസം 20-നകം പൂർത്തിയാക്കുമെന്ന് ആഭ്യന്തരമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഉറപ്പു നൽകി. അതേസമയം അച്ചടി വീഴ്ചയെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും സമരം തുടരുമെന്നും ഇടത് വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കി. പാഠപുസ്തക അച്ചടി ഈ മാസം 18-ന് പൂർത്തിയാക്കി 20-നകം വിതരണം ഉൾപ്പെടെ പൂർത്തിയാക്കുമെന്ന മുൻ നിലപാട് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുടെ ചർച്ചയിൽ സർക്കാർ വ്യക്തമാക്കിയത്. അച്ചടിയിലെ വീഴ്ചയെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഇടത് വിദ്യാർത്ഥി സംഘടനകളും സമഗ്ര അന്വേഷണം വേണമെന്ന് ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനകളും ആവശ്യപ്പെട്ടു. എന്നാൽ വീഴ്ച സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സ്വകാര്യ പ്രസിന് അച്ചടി നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വ്യക്തമാക്കി. പാഠപുസ്തക അച്ചടി വൈകിയതിൽ സർക്കാരിന് ബോധപൂർവമായ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും യോഗത്തിൽ പറഞ്ഞു. KBPSനെ കാര്യക്ഷമമാക്കണമെന്നും അടുത്ത വർഷത്തെ പാഠപുസ്തക അച്ചടി ഉടൻ ആരംഭിക്കണമെന്നും KSUവും MSFും ആവശ്യപ്പെട്ടു. 2.33 ലക്ഷം പാഠപുസ്തകങ്ങളിൽ 1.95 ലക്ഷം പാഠപുസ്തകങ്ങൾ ഇതിനോടകം വിതരണം ചെയ്തു. 20 ലക്ഷം പാഠപുസ്തകങ്ങളാണ് ഇനി അച്ചടിക്കാനായുള്ളത്. ഇത് 20-നകം പൂർത്തിയാക്കിയില്ലെങ്കിൽ നിലവിൽ തുടരുന്ന സമരം കൂടുതൽ ശക്തമാക്കാനാണ് SFIയുടെയും AESFന്റെയും തീരുമാനം. SFI സംസ്ഥാന സെക്രട്ടറി വിജിൻ. ഇവിടെ പറഞ്ഞ ചീഫ് സെക്രട്ടറിയെ കൊണ്ട് അന്വേഷിക്കുമെന്ന് ആ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങളെ സമരം നടന്നുകൊണ്ടിരിക്കും. 20-ന് പാഠപുസ്തകം കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള സമരവുമായി SFI മുന്നോട്ട് പോകും. അതേസമയം SFI പ്രവർത്തകർക്കെതിരായ കേസുകൾ പരിശോധിച്ച ശേഷം മാത്രമേ പിൻവലിക്കൂ എന്ന് ആഭ്യന്തരമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാറുകൾ പൂട്ടിയ നടപടി ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ 4 സ്റ്റാർ ബാറുടെ മകൾ നൽകിയ ഹർജിയിൽ ബാറുടെ മകൾക്കായി അറ്റോർണി ജനറൽ ഹാജരായി. താൻ ഹാജരാകുന്ന വിവരം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നുവെന്ന് അറ്റോർണി ജനറൽ അറിയിച്ചു. 4 സ്റ്റാർ ബാർ ഹോട്ടൽ ഉടമകൾക്ക് വേണ്ടിയാണ് അറ്റോർണി ജനറൽ മുഗൾ റോഹ്തഗി ഹാജരായത്. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം വിവേചനപരമാണെന്നും ബാർ ലൈസൻസ് പുതുക്കി നൽകണമെന്നുമാണ് 4 സ്റ്റാർ ഹോട്ടൽ ഉടമകളുടെ ആവശ്യം. കേസിൽ സുപ്രീം കോടതി വാദം കേൾക്കുന്നത് ജൂലൈ 28-ലേക്ക് മാറ്റി. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ച ശേഷമാണ് ബാർ ഉടമകൾക്ക് വേണ്ടി ഹാജരായെന്ന് അറ്റോർണി ജനറൽ മുഗൾ റോഹ്തഗി പിന്നീട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. AG ആകുന്നതിന് മുമ്പ് ബാർ ഉടമകൾക്ക് വേണ്ടി വിവിധ കേസിൽ ഹാജരായിട്ടുണ്ടെന്നും റോഹ്തഗി അറിയിച്ചു. മദ്യനയത്തിനെതിരെ 23 ഹർജികളാണ് സുപ്രീം കോടതിക്ക് മുമ്പിലുള്ളത്. ഇതിൽ ക്ലാസിഫൈഡ് 3 സ്റ്റാർ ഹോട്ടലുകൾക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ നാഗേശ്വർ റാവു ഹാജരാകും. അഴിമതി കേസിൽ ധനമന്ത്രി KM മാണിക്ക് അനുകൂലമായി നിയമോപദേശം നൽകിയ അഭിഭാഷകനാണ് നാഗേശ്വർ റാവു. ബാർ നടത്തിയിരുന്നതിന് നൽകിയ ലൈസൻസ് കാലാവധി മാർച്ച് 31-ന് തീർന്നെന്നും അതിനാൽ പുതിയ മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിലാകും ലൈസൻസ് അനുവദിക്കുക എന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ന്യൂസ് ബ്യൂറോ, ദില്ലി.
ബാർക്കോഴ കേസ് അട്ടിമറിക്കാൻ ബി.ജെ.പിയും കോൺഗ്രസും ഒത്തുകളിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ. ഇതിന്റെ തെളിവാണ് അറ്റോർണി ജനറൽ ബാർ ഉടമകൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായതെന്നും വി എസ് അച്യുതാനന്ദൻ വ്യക്തമാക്കി. തീവ്രവാദത്തിനെതിരെ യോജിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫും റഷ്യയിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. മുംബൈ സ്ഫോടന കേസ് വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും പാകിസ്ഥാൻ ഉറപ്പു നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫും തമ്മിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ തീവ്രവാദമായിരുന്നു പ്രധാന വിഷയം. അതിർത്തി കടന്നുള്ള തീവ്രവാദം അവസാനിപ്പിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. തീവ്രവാദത്തെ ചെറുത്തു തോൽപ്പിക്കുന്നതിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ ധാരണയായതായി ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യ സെക്രട്ടറിമാർ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുംബൈ ഭീകരാക്രമണ കേസിന്റെ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഉറപ്പു നൽകിയതായി വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കർ പറഞ്ഞു. A meeting in New Delhi between the two NSAs to discuss all issues connected to terrorism. 2. Early meetings of DG BSF and DG Pakistan Rangers, followed by that of the DGMOs. 3. A decision for release of fishermen in each other's custody along with the boats within a period of 15 days. 4. A mechanism for facilitating religious tourism. And 5, both sides agreed to discuss ways and means to expedite the Mumbai case trial, including additional information like providing voice samples. ഇരു രാജ്യങ്ങളിലും തടവിൽ കഴിയുന്ന മത്സ്യത്തൊഴിലാളികളെ ബോട്ടുകൾ സഹിതം 15 ദിവസത്തിനകം കൈമാറും. ഉഭയകക്ഷി ചർച്ചകൾ തുടരാനും ഇരു നേതാക്കളും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ധാരണയായി. പാകിസ്ഥാൻ സന്ദർശിക്കാനുള്ള നവാസ് ഷെരീഫിന്റെ ക്ഷണം മോഡി സ്വീകരിച്ചു. അടുത്ത വർഷം പാകിസ്ഥാനിൽ വെച്ച് നടക്കുന്ന സാർക്ക് രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. സെൻസർ ബോർഡിന്റെ കൈവശമുള്ള പ്രേമം സിനിമയുടെ കോപ്പികൾ ആന്റി പൈറസി സെൽ പിടിച്ചെടുത്തു. അതിനിടെ പ്രേമം സിനിമ വിവാദത്തെ തുടർന്ന് പുതിയ മലയാള സിനിമകളുടെ സെൻസറിംഗ് തിങ്കളാഴ്ച വരെ നിർത്തിവെച്ചു. വിവരങ്ങളുമായി വിജി മിനീഷ് കുമാർ ചേരുന്നു. മിനീഷ്, കടുത്ത നടപടികളിലേക്ക് പോകുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? പ്രജീഷ്, പ്രേമം സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ ആന്റി പൈറസി സെൽ വിഭാഗം ഉദ്യോഗസ്ഥർ ഇപ്പോൾ സെൻസർ ബോർഡിലെത്തി പരിശോധന നടത്തുകയാണ്. സെൻസർ ബോർഡിന്റെ കൈവശം ഉണ്ടായിരുന്ന 2 DVD-കൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തതായിട്ടാണ് സൂചന. അവരിപ്പോഴും അകത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റീജിയണൽ ഓഫീസറുടെ മുറിയിലാണ് ചർച്ചകൾ നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് 24 മണിക്കൂർ ഒരു സമയം പരിധി അനുവദിച്ചുകൊണ്ടുള്ള ഒരു അന്ത്യശാസനം പൈറസി വിഭാഗം സെൻസർ ബോർഡ് അധികൃതർക്ക് നൽകിയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ തന്നെ DVD-കൾ കൈമാറണമെന്നാണ് അന്വേഷണത്തിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് കൈമാറണമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ അന്വേഷണ സംഘത്തിന്റെ ഈ ഒരു നിലപാടിനോട് സെൻസർ ബോർഡ് അധികൃതർ വളരെ വൈമുഖ്യമായിട്ടാണ് മുമ്പ് പ്രതികരിച്ചത്. DVD-കൾ കൈമാറാൻ കഴിയില്ല എന്നുള്ളൊരു സന്ദേശമാണ് സെൻസർ ബോർഡ് അധികൃതർ. മനീഷ് കുമാർ, എന്തായാലും കടുത്ത നടപടിയെ തുടർന്ന് എന്തായാലും CD-കൾ പിടിച്ചെടുത്ത സാഹചര്യത്തിൽ അന്വേഷണ ദിശയിൽ പുതിയൊരു ഉണർവ് കൂടി, എന്തായാലും ചില അസ്വാഭാവികത സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ എന്തായാലും കൂടുതൽ അതിന്റെ നിഴലുകളൊക്കെ മാറുമെന്നുകൂടി വ്യക്തമാകുന്നു. ഏറ്റവും നിർണായക ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് വരുന്ന അന്വേഷണത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണിത്. കാരണം മുമ്പ് ഈ കേസിന്റെ പ്രധാനമായും പറഞ്ഞിരുന്നത് സെൻസർ ബോർഡിനെ ഏൽപ്പിച്ച DVD-കളാണ് ചോർന്നതുമായി ബന്ധപ്പെട്ട് എന്നുള്ളൊരു വാർത്ത വന്നിരുന്നു. അതുകൊണ്ടാണ് അന്വേഷണ സംഘം സെൻസർ ബോർഡിനെ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് DVD-കൾ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ അത് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. മുംബൈ ഹെഡ് ഓഫീസിൽ നിന്നുള്ള കൺസെന്റ് കിട്ടിയാൽ മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ എന്നാണ് റീജിയണൽ ഓഫീസർ അറിയിച്ചത്. ഇപ്പോൾ അവരുടെ കൺസെന്റ് ഇല്ലാതെ തന്നെ സെർച്ച് വാറന്റുമായി കോടതിയിൽ നിന്ന് സെർച്ച് വാറന്റുമായാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ സെൻസർ ബോർഡിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവർ കൈമാറാം എന്നുള്ളൊരു അറിയിപ്പ് ഇപ്പോൾ ഒരു കൺസെന്റ് റീജിയണൽ ഓഫീസ് നൽകി കഴിഞ്ഞിരിക്കുന്നു. പിടിച്ചെടുത്തതായിട്ടാണ് ഇപ്പോൾ നമുക്ക് പുറത്തു നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സൂചന. വിജി മിനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. കടുത്ത നടപടിയെ തുടർന്ന് അന്ത്യശാസനം നൽകിയിട്ടും നിലപാട് വ്യക്തമാക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രേമം സിനിമയുടെ CD സെൻസർ ബോർഡിൽ നിന്ന് ഇപ്പോൾ ആന്റി പൈറസി വിഭാഗം പിടിച്ചെടുത്തത്. ബാഹുബലിയുടെ വൈഡ് റിലീസിംഗ് തടയാനുള്ള ഒരു വിഭാഗം തിയേറ്റർ ഉടമകളുടെ ശ്രമം പാളി. ചിത്രം പല തിയേറ്ററുകളിലും പ്രദർശിപ്പിച്ചു. ചിത്രം പ്രദർശിപ്പിക്കാത്ത തിയേറ്ററുകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും അറിയിച്ചു. എ ക്ലാസ് തിയേറ്റർ ഉടമകൾ നടത്തി വന്ന സമരമാണ് ബിഗ് ബജറ്റ് ബഹുഭാഷാ ചിത്രം ബാഹുബലിയുടെ റിലീസോടെ പൊളിഞ്ഞത്.
എ ക്ലാസ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ കേരള ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ കീഴിലുള്ള നിരവധി തിയേറ്ററുകളിൽ ചിത്രം പ്രദർശിപ്പിച്ചു. ചിത്രം പ്രദർശിപ്പിക്കില്ലെന്ന ഫെഡറേഷൻ പ്രസിഡന്റ് ലിബർട്ടി ബഷീറിന്റെ നിലപാട് തള്ളിയാണ് നിരവധി തിയേറ്ററുകളിൽ ചിത്രം പ്രദർശിപ്പിച്ചത്. ഇതോടെ ഫെഡറേഷനിലെ ഭിന്നത വ്യക്തമാവുകയാണ്. നേരത്തെ പ്രഖ്യാപിച്ചതനുസരിച്ച് ബി ക്ലാസ് തിയേറ്റർ ഉടമകളായ സിനി എക്സിബിറ്റേഴ്സ് അസോസിയേഷന്റെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ തിയേറ്ററുകളിലും ചിത്രം പ്രദർശനത്തിനെത്തി. ബാഹുബലി പ്രദർശിപ്പിക്കാത്ത തിയേറ്ററുകൾക്കെതിരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ഇത്തരം തിയേറ്ററുകൾക്ക് ഇനി മുതൽ ചിത്രങ്ങൾ റിലീസിന് നൽകില്ലെന്നും ഇരു സംഘടനകളും വ്യക്തമാക്കി. അതിനിടെ സമരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഫിലിം ചേംബർ രംഗത്തെത്തി. ചലച്ചിത്ര സംഘടനകളുടെ സംയുക്ത യോഗം ചേർന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ഫിലിം ചേംബർ അഭ്യർത്ഥിച്ചു. എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ ജനറൽ ബോഡി യോഗം നാളെ കൊച്ചിയിൽ ചേരുന്നുണ്ട്. പെരുന്നാൾ ചിത്രങ്ങൾ റിലീസ് കാത്തിരിക്കുന്ന വേളയിൽ സമരം പിൻവലിക്കാൻ യോഗത്തിൽ തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വ്യാപം അഴിമതിയിലെ പ്രധാന പ്രതിയുമായി മധ്യപ്രദേശിലെ RSS BJP കോൺഗ്രസ് നേതാക്കൾക്ക് ഉറ്റ ബന്ധം. കേസിൽ അറസ്റ്റിലായിട്ടുള്ള വ്യവസായി സുധീർ ശർമ്മയുടെ കണക്കുകൾ പരിശോധിച്ച ഇൻകം ടാക്സ് വിഭാഗത്തിന്റേതാണ് കണ്ടെത്തൽ. വ്യാപം അഴിമതിയിലൂടെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചതിന് മധ്യപ്രദേശ് മുൻ വിദ്യാഭ്യാസ മന്ത്രിയോടൊപ്പം അറസ്റ്റിലായ ആളാണ് സുധീർ ശർമ്മ. കേസിൽ നിർണായകമായ പ്രതി. മധ്യപ്രദേശിൽ ഖനന വ്യവസായി അറിയപ്പെടുന്ന സുധീർ ശർമ്മ നിലവിൽ വ്യാപം കേസിൽ അഴികൾക്കുള്ളിലാണ്. ഇയാളുടെ ആസ്തി വിവരങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം നിർദ്ദേശിച്ചതനുസരിച്ച് കേന്ദ്ര ഇൻകം ടാക്സ് വിഭാഗം നടത്തിയ പരിശോധനയിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചു. സുധീർ ശർമ്മയിൽ നിന്നും ആനുകൂല്യങ്ങൾ കൈപ്പറ്റാത്ത മധ്യപ്രദേശ് രാഷ്ട്രീയ നേതാക്കളോ ഉദ്യോഗസ്ഥർ പ്രമുഖരോ ഇല്ല. RSS മുതിർന്ന നേതാവ് സുരേഷ് സോണി, മധ്യപ്രദേശിലെ മുൻ BJP അധ്യക്ഷൻ പ്രഭാത് ജായും മകനും കോൺഗ്രസ് MLA വീർ സിംഗ് എന്നിവർക്ക് വിദേശയാത്രകൾ നടത്താനുള്ള വിമാന ടിക്കറ്റ് എടുത്തു നൽകിയത് സുധീർ ശർമ്മയായിരുന്നു. ഇദ്ദേഹത്തിന്റെ പല ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നായി ഇതിന് തുക വിനിയോഗിച്ചതിന്റെ തെളിവുകൾ സഹിതമാണ് ഇൻകം ടാക്സ് വിഭാഗം റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥ പ്രമുഖർക്കെല്ലാം സഹായങ്ങൾ ലഭിച്ചു. വ്യാപം തട്ടിപ്പിലൂടെ 2000 കോടി രൂപയുടെ അഴിമതി നടത്തിയതിൽ പ്രമുഖനാണ് സുധീർ എന്നാണ് അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പേരാമ്പ്രയിൽ ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി പിടിയിലായി. അയൽവാസിയായ ചന്ദ്രനാണ് അറസ്റ്റിലായത്. ഇന്നലെ രാത്രിയോടെയാണ് പേരാമ്പ്ര ഞാണിയത്ത് തെരുവിലെ വട്ടക്കണ്ടിമേത്തൽ ബാലൻ, ഭാര്യ ശാന്ത എന്നിവരെ അയൽവാസിയായ ചന്ദ്രൻ വെട്ടിക്കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിനിടെ ബഹളം കേട്ട് ഓടിയെത്തിയ മറ്റൊരു അയൽവാസി അഖിലിന്റെ മൊഴിപ്രകാരമാണ് പേരാമ്പ്ര പോലീസ് കൂനേരിക്കുന്നുമ്മൽ സ്വദേശി ചന്ദ്രനെ കസ്റ്റഡിയിലെടുത്തത്. അഖിലിന്റെ കൈക്കും വെട്ടേറ്റിട്ടുണ്ട്. ചന്ദ്രന്റെ പക്കൽ നിന്നും സ്വർണ്ണമാല, 2 വളകൾ എന്നിവയും പോലീസ് കണ്ടെടുത്തു. മക്കൾ വിദേശത്തായതിനാൽ ബാലനും ഭാര്യയും തനിച്ചായിരുന്നു വീട്ടിൽ താമസം. പണം പലിശയ്ക്ക് നൽകിയത് സംബന്ധിച്ച തർക്കമാണ് കൊലപാതകം നടത്താൻ പ്രേരിപ്പിച്ചത് എന്നാണ് ചന്ദ്രന്റെ മൊഴി. ഇക്കാര്യത്തിൽ പേരാമ്പ്ര പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിലെ ആനവേട്ടയിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ. വിഷയത്തിൽ കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം മുഖ്യ വനപാലകനോട് റിപ്പോർട്ട് തേടി. കഴിഞ്ഞ 6 മാസത്തിനിടെ 20ഓളം ആനകൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് ഇടപെടൽ. അതിനിടെ മലയാറ്റൂർ ആനവേട്ട കേസിൽ 6 പ്രതികൾക്ക് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. പ്രതികൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാനും കോടതി അനുമതി നൽകി. നോമ്പുതുറ വിഭവങ്ങളുമായി കഫേ കുടുംബശ്രീയും. പാലക്കാട് നഗരത്തിലെത്തുന്നവർക്ക് നോമ്പുതുറ വിഭവങ്ങൾ ഒരുക്കുകയാണ് കുടുംബശ്രീ പ്രവർത്തകർ. രുചിമേളം തീർക്കുകയാണ് പാലക്കാട്ടെ കഫേ കുടുംബശ്രീ പ്രവർത്തകർ. വെള്ളക്കോട്ടും ഏപ്രണും തലയിലൊരു തൊപ്പിയും. നോമ്പുതുറയ്ക്കായി തരിക്കഞ്ഞി, ജീരകക്കഞ്ഞി, ഇറച്ചിപ്പൂരി, ഉന്നക്കായ, സമൂസ എന്നിവയാണ് ഇവരൊരുക്കുന്ന പ്രധാന വിഭവങ്ങൾ. നോമ്പെടുത്ത് ജോലിക്കെത്തുന്ന 7 പേരടങ്ങുന്നവരാണ് കുടുംബശ്രീ ക്യാൻറ്റീനിലെ അടുക്കളയിലെയും അരങ്ങത്തെയും താരങ്ങൾ. ഹോട്ടൽ ഭക്ഷണങ്ങൾക്ക് പുറമെയാണ് നോമ്പുതുറ വിഭവങ്ങൾ ഇവർ തയ്യാറാക്കുന്നത്. സമയമാകുന്നതോടെ നഗരത്തിലെത്തുന്ന സ്ത്രീകളടക്കമുള്ളവർ നോമ്പുതുറയ്ക്കായി കുടുംബശ്രീ ക്യാൻറ്റീനിലെത്തും. ക്യാൻറ്റീൻ സെക്രട്ടറി റജി ബഷീർ. നോമ്പ് തുറയ്ക്ക് ഇങ്ങനൊരു നോമ്പ് മാസം ഇങ്ങനൊരു നോമ്പുതുറയും കൂടെയും വെക്കുന്നത് നന്നായിരിക്കും തോന്നി. ഇനി നോമ്പ് കഴിയുന്നവരെ ഈ നോമ്പുതുറ ഇവിടെ ഉണ്ടായിരിക്കും. കുറച്ചും കൂടി ആളുകൾ ഇത് വരാനും കുറച്ചും കൂടി പബ്ലിസിറ്റി കിട്ടാനും കൂടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. കുറഞ്ഞ വിലയിൽ ശുചിത്വമുള്ള ഭക്ഷണം എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീ സംസ്ഥാനത്തെ ആദ്യ സംരംഭം പാലക്കാട് ആരംഭിച്ചത്. പൈലറ്റ് പ്രോജക്റ്റ് ആയതിനാൽ കഫേശ്രീ എന്ന ബ്രാൻഡ് നെയിം സ്വീകരിച്ചിട്ടില്ല. ജില്ലാ മിഷൻ തെരഞ്ഞെടുത്ത വിവിധ കുടുംബശ്രീകളിൽ നിന്നുള്ളവർ വിദഗ്ധ പരിശീലനം പൂർത്തിയാക്കിയാണ് ഹോട്ടൽ രംഗത്തേക്ക് കടന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ കോഴിക്കോട് മേഖലയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച റീജിയണൽ ഫാക്കൽറ്റി ട്രെയിനിംഗ്
സെന്ററിന്റെ ഉദ്ഘാടനം പ്രമുഖ നോവലിസ്റ്റും പത്രപ്രവർത്തകനുമായ UK കുമാരൻ നിർവഹിച്ചു. സെന്ററിന്റെ പുതുക്കിയ വെബ്സൈറ്റ് പത്രപ്രവർത്തകൻ സന്തോഷ് വെങ്ങേരി പ്രകാശനം ചെയ്തു. NCDC മാസ്റ്റർ ട്രെയിനർ ബാബ അലക്സാണ്ടർ അധ്യക്ഷനായിരുന്നു. ഇന്ത്യയിൽ ലോക നിലവാരത്തിലുള്ള മികച്ച കളിക്കാരുണ്ടെന്ന് ബ്രസീലിയൻ ഫുട്ബോൾ ഇതിഹാസം റോബർട്ടോ കാർലോസ്. മികച്ച പരിശീലകന്റെ അഭാവം കൊണ്ടാണ് താരങ്ങളായി ഇവർ ഉയർന്നു വരാത്തത്. ലോകകപ്പിൽ കളിക്കുക എന്ന സ്വപ്നം ഇന്ത്യക്ക് വിദൂരമല്ലെന്നും കാർലോസ് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ഇതിഹാസങ്ങൾ ഇന്ത്യൻ ഗ്രൗണ്ടുകളിൽ ജനിക്കും. എന്നാൽ കൃത്യതയും ചിട്ടയായതുമായ പരിശീലനങ്ങളില്ലാത്തത് ഇതിന് തടസ്സം സൃഷ്ടിക്കുന്നു. മികച്ച കളിക്കാരാണ് ഇന്ത്യയിലുള്ളത്. എന്നാൽ കൃത്യതയും ക്രമാതീതവുമായ പരിശീലനങ്ങളില്ലാതെ ലോക ഫുട്ബോളിൽ പിടിച്ചു നിൽക്കാനാകില്ല. കളിക്കാർ ഭക്ഷണകാര്യത്തിൽ പോലും ത്യാഗം സഹിക്കേണ്ടി വരും. ഡൽഹി ഡൈനാമോസിന്റെ മാർക്യൂ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം പീപ്പിൾ ടിവിയോട് സംസാരിക്കുകയായിരുന്നു ഫ്രീ കിക്കുകളുടെ തമ്പുരാനായ ഈ ബുള്ളറ്റ്മാൻ. Depende de cada clube, depende de cada. Nós chegamos aqui para ensinar. Eles aprendendo, esses problemas vão acabar. We are not sure about the past problems, but from now onwards we come to teach, and if they learn, I believe that the country will improve. ഫുട്ബോളിനെ ഏറ്റവും സ്നേഹിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇന്ത്യൻ സൂപ്പർ ലീഗിന് ഇന്ത്യയിലെ ജനങ്ങൾ നൽകുന്ന പിന്തുണ ഇതാണ് കാണിക്കുന്നത്. കേരളത്തിന്റെ ഫുട്ബോൾ പ്രേമം തന്നെ അത്ഭുതപ്പെടുത്തി. കൊച്ചി പോലെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ എല്ലാ കളികളും നിറഞ്ഞ ഗാലറി ഒരുക്കിയ മറ്റൊരു വേദി ഉണ്ടാവില്ല. 3 ലോകകപ്പുകളിൽ ബ്രസീലിന്റെ മഞ്ഞക്കുപ്പായമണിഞ്ഞ ഫിഫയുടെ ഡ്രീം 11-ലെ ഇതിഹാസ താരം കൂട്ടിച്ചേർത്തു. Nosso estádio vai estar lotado todos os jogos. O estádio do Delhi Dynamos vai estar full todos os jogos. I hope Delhi Dynamos Stadium become full as Kerala every game. ബ്രസീലിയൻ സൂപ്പർ താരം റോബർട്ടോ കാർലോസ് ആണ് നമ്മളോടൊപ്പം ഈ വിവരങ്ങൾ പങ്കുവച്ചത്. ക്യാമറമാൻ ശൈലേഷ് കലായിക്കൊപ്പം മനു ശങ്കരൻ, ദില്ലി.